ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി പരിചയപ്പെടാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നാലും നമ്മളിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഈ ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബോൺലെസ് പീസാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് എല്ലോട് കൂടിയുള്ള പീസ് എടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 5 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ കൊത്തുമുളകും പിന്നെ ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കണം. വിനീഗറിന് പകരം നമുക്ക് നാരങ്ങനീര് എടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ റവയാണ്. റവ ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കൻ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരിപ്പൊടിയും കടലമാവും കൂടി ചേർത്ത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മറ്റു മസാല ഒന്നും ഓയിലിൽ മിക്സ് ആവാണ്ട് കറക്റ്റ് നന്നായിട്ട് തന്നെ ചിക്കനിൽ തന്നെ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഈ മസാലകളെല്ലാം ചിക്കനിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്, ഷാലോ ഫ്രൈ അല്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ടാവണം. അതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മസാലയോട് കൂടിയ ഒരു ചിക്കൻ ഫ്രൈ ആണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്